Hi guys, welcome back to my channel. Dnhe 2 Public Health and Hygiene. അതിലെ ബ്ലോക്ക് 1 Health Indicators എന്ന ബ്ലോക്കിൽ യൂണിറ്റ് 1 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. പോപ്പുലേഷൻ ഡൈനാമിക്സ് ആൻഡ് എപ്പിഡമോളജി. ഓക്കെ, ഇതിനകത്ത് പറയുന്ന ഇൻട്രൊഡക്ഷനും വൈറ്റൽ സ്റ്റാറ്റിക്സും ഫെർട്ടിലിറ്റി മെഷേഴ്സും ഡിറ്റർമിനൻസും എപ്പിഡമോളജിക്കൽ മെഷേഴ്സും പിന്നെ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. Role of vital statics in public health. How do you think vital statics can be helpful for the community or country? വൈറ്റൽ സ്റ്റാറ്റിക്സ് എങ്ങനെ ഒരു കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ കൺട്രീനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ദർ ആർ മെനി വേസ്. ഒരുപാട് വേസ് ഉണ്ട്. വൈറ്റൽ സ്റ്റാറ്റിക് ക്യാൻ ബി ഓഫ് യൂസ്. വൈറ്റൽ സ്റ്റാറ്റിക് യൂസ് ഉള്ള. ഇൻ ഫാക്ട് വൈറ്റൽ റേറ്റ്സ് ഹെൽപ്പ് ടു മോണിറ്റർ ദ ഓവറോൾ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ കൺട്രി. അതായത് ഒരു കൺട്രിയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഓവറോൾ ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കാൻ വൈറ്റൽ റേറ്റ്സ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. Fertility and mortality in a community are indicators of overall health and nutrition of a community and show the need for the socio-economic development. അതായത് ഫെർട്ടിലിറ്റി മോർട്ടാലിറ്റി ഒരു കമ്മ്യൂണിറ്റിയിലെ ഫെർട്ടിലിറ്റി മോർട്ടാലിറ്റി ഉണ്ടല്ലോ, അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് എന്തിൻ്റെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ്റെ, അതായത് ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് അതിൻ്റെ ആവശ്യം വരുന്നത്. ഇനി അനാലിസിസ് ഓഫ് വൈറ്റൽ സ്റ്റാറ്റിക് ഹെൽപ്പ് ദ ഗവൺമെൻറ് to plan for health services for reaching the general population and improving health related socio-economic conditions. Okay. Analysis of vital statics helps the government program planners to plan for health services for reach the general population and improving health related socio-economic conditions. അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ ഈ വൈറ്റൽ സ്റ്റാറ്റിക്സിൻ്റെ അനാലിസിസ് ഉണ്ടല്ലോ, ഇത് സാധാരണയായിട്ടുള്ള ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആളുകളിലോട്ട് എത്തുന്നതിനും അതുവഴി അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് സോഷ്യോ എക്കണോമിക് സാഹചര്യങ്ങൾ കണ്ടീഷൻസ് മെച്ചപ്പെടുത്തി ഇതിനായിട്ടുള്ള ഹെൽത്ത് സർവീസസ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിനെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി one can set objectives for achieving targets like reducing mortality among children, reducing maternal death during childbirth, etc. And vital rates statistics can help in finding out whether targets are achieved or not. അതായത് ടാർഗറ്റ്സ് അച്ചീവ് ചെയ്തോ, അത് പറ്റിയോ, അങ്ങനത്തുള്ള കാര്യങ്ങൾ. അതായത് ചൈൽഡ് ബർത്ത് അതിൽ ഉണ്ടല്ലോ, മെറ്റേണൽ ഡെത്ത് കുറയ്ക്കാനും പിന്നെ അല്ലാതെ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ, അതായത് കുട്ടികളുടെ മരണനിരക്ക് അതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നേടിയെടുത്തോ എന്നൊക്കെ കിട്ടാൻ വേണ്ടി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അനദർ റീസൺ ഫോർ കളക്ടിങ് വൈറ്റൽ സ്റ്റാറ്റിക്സ് ഈസ് ദാറ്റ് ടു ഹെൽപ്പ് കമ്പയർ ചെയ്യാൻ. മനസ്സിലായോ? ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഓഫ് ടു കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ടു കൺട്രീസ് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് അതിനുവേണ്ടി ഇത് ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. Thus, knowledge on various vital events during different 5-year plan periods and census decades will help program managers, planners and administrators to know the impact of development programs, particularly the success over. അവരുടെ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, പല ഇതുണ്ടല്ലോ, 5-year plans ഉണ്ടല്ലോ, അങ്ങനെ പിന്നെ സെൻസസ് ഉണ്ടല്ലോ, ഈ ഇവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള അറിവുകളും പിന്നെ ഇങ്ങനത്തുള്ള പ്രോഗ്രാംസ്, പ്ലാനേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവരെയൊക്കെ സഹായിക്കുന്നുണ്ട് ഇത്. ഓക്കെ, മോസ്റ്റ് വൈറ്റൽ സ്റ്റാറ്റിക്സ്, അതായത് വൈറ്റൽ സ്റ്റാറ്റിക്സ് ഇൻ ഏഷ്യൻ കൺട്രീസ് പറയുന്നത്. അതിൽ മോസ്റ്റ് വൈറ്റൽ സ്റ്റാറ്റിക്സ് ആർ എക്സ്പ്രസ്ഡ് ആസ് വൈറ്റൽ റേറ്റ്സ് ആയിട്ടാണ് വൈറ്റൽ സ്റ്റാറ്റിക്സ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഈ ടേമിന് നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് പറയുന്നത് വൈറ്റൽ സ്റ്റാറ്റിക്സ് ഓഫ് ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ മോർബിഡിറ്റി മോർട്ടാലിറ്റി എക്സ്പ്രസ്ഡ് നമ്പർ ഓഫ് പീപ്പിളിൻ്റെ നമ്പർ വിത്ത് എ സ്റ്റേറ്റ് ഓഫ് ഇൽനെസ് ഓർ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റിലേഷൻ ടു ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക്. റിസ്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹാവിങ് സിമിലർ ക്യാരക്ടറിസ്റ്റിക് ലൈക്ക് ഏജ് ഓഫ് സെക്സ് ഓഫ് റീജിയൻ എക്സെട്ര. അപ്പോൾ ഒരു കൂട്ടം ആളുകളിൽ കമ്പയർ ചെയ്യുക ടോട്ടൽ പോപ്പുലേഷൻ ആയിട്ട്
ഇതിനെയാണ് വൈറ്റൽ റേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ദിസ് ഡെഫിനിഷൻ ഓഫ് വൈറ്റൽ സീംസ് ടു ഡിഫിക്കൽട്ട്. ആദ്യം നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും, പിന്നെ ഒന്നുകൂടെ വായിച്ചാൽ മതി, അപ്പോൾ മനസ്സിലാവും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ. ഇനി ഇവിടെ പറയുന്നത് എന്താ, ഓൾദോ ഇന്ത്യ വാസ് മോർ ഓർ ലെസ് സിമിലർ ടു ഡെവലപ്മെൻറ്റ് ആസ്പെക്ട് വിത്ത് മെനി അതർ ഏഷ്യൻ കൺട്രീസ്, വൈറ്റൽ സ്റ്റാറ്റിക്സ് വേരിഡ് അമോങ് ദീസ് കൺട്രീസ്. അതായത് ഏറെക്കുറെ കാര്യങ്ങളിലൊക്കെ മറ്റ് കൺട്രീസായിട്ട് ഡെവലപ്മെൻറ്റിൽ സെയിം ഒക്കെ ആണെങ്കിലും ഒന്നിൽ കൂടിയും കുറഞ്ഞും ഇരിക്കുന്നെങ്കിൽ തന്നെ പക്ഷേ വൈറ്റൽ സ്റ്റാറ്റിക്സ് വേരിഡ് ആണെന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ചില കൺട്രീസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് അങ്ങനത്തെ ഉള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എന്നാൽ മറ്റു ചിലത് ഇൻഡസ്ട്രിയലൈസേഷനും അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റും ഒക്കെ ആയിരിക്കും. അതായത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നു. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ആണ് ചൈന, തായ്ലൻഡ്, സൗത്ത് കൊറിയ, മലേഷ്യ, ശ്രീലങ്കയൊക്കെ പ്രോഗ്രസ്ഡാണ് എന്തിൽ, പ്ലാനിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന്. അതുകൊണ്ട് അവർ റാപ്പിഡ് മോഡേണൈസേഷനും ഇംപ്രൂവ്മെൻറ്റ് ഇൻ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓപ്പറേഷനും നടത്തുന്നു. ഓൺ ദി അതർ ഹാൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താ പ്രയോറിറ്റി കൊടുത്തിരുന്നത് ഇൻഡസ്ട്രിയലൈസേഷനും അഗ്രികൾച്ചറിൻ്റെ, സോഷ്യൽ ഡെവലപ്മെൻറ്റിനും അങ്ങ് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റ് കോൺട്രിബ്യൂട്ട് ഇൻ സെവറൽ വൈറ്റൽ. അതായത് മറ്റ് കൺട്രീസൊക്കെ കുറച്ച് മോർട്ടാലിറ്റി മോർബിഡിറ്റി റേറ്റ് കുറയ്ക്കാൻ നോക്കും, പക്ഷേ ഇന്ത്യ അത്ര പുരോഗമിച്ചിട്ടില്ല ആ കാര്യത്തിലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. എന്തിൻ്റെ വൈറ്റൽ സ്റ്റേറ്റ്സ് ഓഫ് സം ഏഷ്യൻ കൺട്രീസ് ഗിവൻ ഇൻ ദ ടേബിൾ. അതായത് ഏഷ്യൻ കൺട്രീസ് ഏതൊക്കെയാണ്, CBR, IMR, CDR, ഫീമെയിൽ ലൈഫ് എക്സ്പെക്ടൻസി, ഫീമെയിൽ മീൻ ഏജ് അറ്റ് മാരേജ്. ഏതാ, ചൈന, സൗത്ത് കൊറിയ, മലേഷ്യ, തായ്ലൻഡ്, ശ്രീലങ്ക, ഇന്ത്യ ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഉണ്ടോ അതിലേതാ ഇത് നോക്ക്, ഫീമെയിലിൻ്റെ ഏറ്റവും കുറവ്. ഓക്കെ. ഇനി അടുത്ത സോഴ്സസ് ഓഫ് ഡേറ്റ ഓൺ വൈറ്റൽ സ്റ്റാറ്റിക്സ്. ഇതൊക്കെ പ്രീവിയസാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചാണ്. ഏതാ, സെൻസസ്, പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ്. സോഴ്സസ് ആണ് പറയുന്നത്. അതായത് ഒരു വൈറ്റൽ സ്റ്റാറ്റിക്സിന് ഡേറ്റാസ് ഉണ്ടല്ലോ, അതിൻ്റെ സോഴ്സസ് സെൻസസ്, പോപ്പുലേഷൻ രജിസ്റ്റർ, സാമ്പിൾ രജിസ്ട്രേഷൻ സ്കീം, നാഷണൽ സാമ്പിൾ സർവീസ്, ഹെൽത്ത് സർവീസ് റെക്കോർഡ്, സ്പെഷ്യൽ സർവീസ്, ഡിസീസ് രജിസ്റ്റേഴ്സ്. അതെന്നാണ് പോപ്പുലേഷൻ രജിസ്റ്ററും ഡിസീസ് രജിസ്റ്ററും. പിന്നെ സർവേ പറയുന്നുണ്ട്, നാഷണൽ സാമ്പിൾ സർവേയും സ്പെഷ്യൽ സർവേയും, പിന്നെ ഹെൽത്ത് സർവീസ് റെക്കോർഡും സെൻസസ്. ഓക്കെ. ഇനി അടുത്ത്, ബിഫോർ ലേണിംഗ് മോർ ഡീറ്റെയിൽ അബൌട്ട് ദീസ് യു ഷുഡ് റിമെമ്പർ ദാറ്റ് ഈച്ച് ഓഫ് ദ സോഴ്സസ് ഹാവ് ദെയർ ഓൺ ലിമിറ്റേഷൻ. അതായത് പഠിക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, എന്താ അതിനെല്ലാം അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. കൺട്രി കനോട്ട് സോൾലി ഡിപെൻഡ് ഓൺ എ സിംഗിൾ സോഴ്സ്. ഒരു സോഴ്സിനെ മാത്രം ആശ്രയിച്ചായിരിക്കത്തില്ല. യൂഷ്വലി ഇൻഫർമേഷൻ ഫ്രം വേരിയസ് സോഴ്സസ് ഈസ് കമ്പൈൽഡ് ടുഗദർ ടു ഗെറ്റ് വൈറ്റൽ. അതായത് പല സോഴ്സസ്, ഇപ്പോൾ പറഞ്ഞ സോഴ്സസ് എല്ലാത്തിൽ നിന്നും കൂടെ ഒക്കെ ശേഖരിച്ച ഇതായിരിക്കും വൈറ്റൽ സ്റ്റാറ്റിക്സിന് എടുക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. അതായത് പല സോഴ്സിൽ നിന്നെടുത്തുള്ള ഇൻഫർമേഷൻസ് കൊണ്ടായിരിക്കും വൈറ്റൽ സ്റ്റാറ്റിക്സ് ചെയ്യുന്നത്. അപ്പം ഇനി അടുത്ത സെൻസസിലോട്ട് പോവാം. ഇവിടെ സെൻസസിനെ കുറിച്ച് പറയുന്നത് എന്താ, സെൻസസ് മീൻ എന്താ, കംപ്ലീറ്റ് കൗണ്ടിങ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഇല്ലെങ്കിൽ ഹൗസസ്. അതായത് ഇൻഡിവിജ്വൽസ് പോപ്പുലേഷൻ സെൻസസ് അല്ലെങ്കിൽ ഹൗസസ് ഹൗസിംഗ് സെൻസസ് ഇൻ എ കൺട്രി ഓൺ എ ഫിക്സഡ് ഡേറ്റ, പ്രിഫറബിളി വൺസ് ഇൻ 10 years കൂടുമ്പോഴായിരിക്കും. സെൻസസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താ, ഇൻഫർമേഷൻ ഓൺ ഏജ്, സെക്സ്, റിലീജിയൻ, ഓക്യുപ്പേഷൻ, ലിറ്ററസി, ഇൻകം എക്സെട്ര ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ്റെ എന്തൊക്കെ ഏജ്, സെക്സ്, റിലീജിയൻ, ഓക്യുപ്പേഷൻ, ലിറ്ററസി, ഇൻകം, ഇതെല്ലാം സെൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10 വർഷം കൂടുമ്പോഴായിരിക്കും സെൻസസ് ഉണ്ടാകുന്നത്. പിന്നെ ദ ഫസ്റ്റ് സെൻസസ് ഇൻ കൺട്രി എന്നാ നടന്നത് 1872. സബ്സിക്വൻ്റ്ലി ഇറ്റ് ഈസ് ബീങ് കണ്ടക്റ്റഡ് വൺസ് ഇൻ 10 years കൂടുമ്പോൾ നടക്കും. ഇന്ത്യയിൽ അവസാനം നടന്നത് 1991 പറയുന്നത്. ലേറ്റസ്റ്റ് സെൻസസ് 1991 പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 2011 നടന്നിട്ടുണ്ട് കേട്ടോ. How do you think the population census can help in computing vital static rates for a country? അതായത് പോപ്പുലേഷൻ സെൻസസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കുന്നു? You will realize the population census provide useful basic information for calculating vital rates. അതായത് ഹൗസിംഗ് സെൻസസ് അനലൈസ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് such as water supply, toilet facilities, availability of space per person. ഇതിനൊക്കെ ഹൗസിംഗ് സെൻസസ് ഹെൽപ്പ് ചെയ്യും. പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ് ഇൻ സം കൺട്രീസ്, അതായത് സ്വീഡൻ, ഫിൻലാൻഡ്, ബെൽജിയം, ഇസ്രായേൽ, തായ്വാൻ, കൊറിയ, ഡേറ്റ അബൌട്ട് പോപ്പുലേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻഡ് പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ് ആയിരിക്കും, ഇൻ വിച്ച് ദ നെയിം ഓഫ് ഈച്ച് പേഴ്സൺ ഇൻ ദ കൺട്രി ഈസ് എൻറ്റേർഡ്. അതായത് പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു ഡേറ്റ കിട്ടുന്നതെന്ന് വെച്ചാൽ പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെയുള്ള പോപ്പുലേഷൻ രജിസ്റ്റേഴ്സിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അവിടെ ഓരോ പേഴ്സൻ്റെയും പേര് എഴുതിയിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്.
Important migratory movements of individuals are also registered. അതായത് മൈഗ്രേറ്ററി മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ ഇൻഡിവിജ്വൽസ് നടക്കുന്നത്, അതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മൈഗ്രേറ്ററി മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എമിഗ്രേഷൻ, മൈഗ്രേഷൻ. The primary objective of setting up this system of population registers is to establish the identity of individuals and control them. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ? ഇൻഡിവിജ്വലിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, കൺട്രോൾ ചെയ്യുക. The registers, however, are also used to obtain some demographic information such as current population എത്ര, size, internal migration data on vital events ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടും ആ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ രജിസ്റ്റർ എത്രയാണ്? ഇനി അടുത്ത സാമ്പിൾ രജിസ്ട്രേഷൻ സ്കീം. സാമ്പിൾ രജിസ്ട്രേഷൻ സ്കീം എന്താ? ആസ് വി നോ, ഇൻ എവരി കമ്മ്യൂണിറ്റി റെക്കോർഡ്സ് ഓഫ് ബർത്ത്, ഡെത്ത്, മാരേജസ് ആർ കെപ്റ്റ് ബൈ ഏത് ലോക്കൽ അതോറിറ്റീസ് ഓർ ബൈ റിലീജിയസ് ലീഡേഴ്സ്. അതായത് നമുക്കറിയാം, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജനനം, മരണം, പിന്നെ കല്യാണം, ഇതെല്ലാം എന്ത് ചെയ്യും? ഒന്നിൽ ഏതെങ്കിലും ലോക്കൽ അതോറിറ്റി സൂക്ഷിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ സൂക്ഷിക്കുന്നുണ്ടാവും. ഈ റെക്കോർഡ്സൊക്കെ കംപ്ലീറ്റും ആയിരിക്കും, സിസ്റ്റമാറ്റിക്കലും ആയിരിക്കും. ദേ ക്യാൻ യൂസ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ഫെർട്ടിലിറ്റി, മോർട്ടാലിറ്റി, മാരേജ് റേറ്റ്സ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്ന പറയുന്നത്. However, there is one limitation. ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താ? ഇൻ അവർ കൺട്രി ദീസ് റെക്കോർഡ്സ് ആർ യൂഷ്വലി നോട്ട് കംപ്ലീറ്റ്. നമ്മുടെ കൺട്രിയിൽ ഈ റെക്കോർഡ്സ് ഒന്നും കംപ്ലീറ്റ് അല്ല. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഇഗ്നോറൻസ്, ഇലിറ്ററസി, ഇൻഡിഫറൻസ് ആൻഡ് പുവർ സിസ്റ്റംസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റ് പ്രശ്നം കാരണം, അതായത് അറിവില്ലായ്മ, ശ്രദ്ധിക്കായ്മ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇത് കംപ്ലീറ്റ് അല്ലെന്നാണ് പറയുന്നത്. There is no incentive also to register death, birth and marriage. അതുമില്ല. പിന്നെന്താ? ഇൻസെൻറ്റീവ് ഒന്നും തന്നെ ഇല്ല ഇതിനൊന്നും രജിസ്റ്റർ ചെയ്താൽ തന്നെ. പിന്നെ പീപ്പിൾ യൂഷ്വലി ഡു നോട്ട് റിപ്പോർട്ട് ദീസ് വൈറ്റൽ ഇവൻറ്റ്സ് പ്രോംപ്റ്റ്ലി. പീപ്പിൾസ് ഇതിനെക്കുറിച്ചൊന്നും റിപ്പോർട്ട് ചെയ്യാറില്ല. ഇൻ സ്പൈറ്റ് ഓഫ് ദിസ്, സിസ്റ്റമാറ്റിക് അനലൈസിസ് ഓഫ് ദീസ് റെക്കോർഡ് ടു ഹെൽപ്പ് ടു പ്രൊവൈഡ് വൈറ്റൽ സ്റ്റാറ്റിക്സ് ഓഫ് സബ് പബ്ലിക് ഹെൽത്ത് സിഗ്നിഫിക്കൻസ്. എന്നാൽ സിസ്റ്റമാറ്റിക് അനലൈസിസ് ഓഫ് ദീസ് റെക്കോർഡ്സ് ഉണ്ടല്ലോ, അത് വൈറ്റൽ സ്റ്റാറ്റിക്സ് സമയം പബ്ലിക് ഹെൽത്ത് സിഗ്നിഫിക്കൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഇനി അടുത്ത നാഷണൽ സാമ്പിൾ സർവേ ആണ് ചോദിക്കുന്നത്. നാഷണൽ സാമ്പിൾ സർവേ എന്താണെന്ന് നോക്കാം. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹാസ് ടു കളക്ട് ഡേറ്റ കളക്ഷൻ തന്നെ. സം ഇമ്പോർട്ടൻറ്റ് സോഷ്യോ എക്കണോമിക് ആസ്പെക്ട്സ് ഓൺ എ കോംപ്രിഹെൻസീവ് ബേസിസ് ഫോർ ദി ഹോൾ കൺട്രി ത്രൂ ഇറ്റ്സ് വേരിയസ് റൗണ്ട് ബൈ യൂസിങ് ദ ടെക്നിക് ഓഫ് സാമ്പിൾ സർവേ. അതായത് ഒരു സാമ്പിൾ സർവേ ടെക്നിക്ക് വഴി കംപ്ലീറ്റ് ഡേറ്റ കളക്ട് ചെയ്യുക. എന്തിൻ്റെ ബേസിസ്? സോഷ്യോ എക്കണോമിക് ആസ്പെക്റ്റിൻ്റെ ബേസിസിലായിരിക്കും. പിന്നെ ഫസ്റ്റ് റൗണ്ട് ഓഫ് നാഷണൽ സാമ്പിൾ സർവേ കണ്ടക്ട് ചെയ്തെന്ന് 1950. സിൻസ് ദെൻ ഇൻഫർമേഷൻ ഓൺ ഡിഫറെൻറ്റ് ഐറ്റംസ് ഹാസ് ബീൻ കളക്റ്റഡ് ത്രൂ വേരിയസ് റൗണ്ട്സ്. NSSൻ്റെ പല റൗണ്ട്സ് വഴി ഇപ്പം ഒരുപാട് പല ഐറ്റംസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ടോപ്പിക്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഫെർട്ടിലിറ്റി, മോർട്ടാലിറ്റി, പോപ്പുലേഷൻ ഗ്രോത്ത്, എക്കണോമിക്കൽ ആക്റ്റീവ് പോപ്പുലേഷൻ, ഫാമിലി പ്ലാനിങ്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. പിന്നെ കൺസ്യൂമേഴ്സ്, എക്സ്പെൻഡിച്ചർ പാറ്റേൺ, ഹൗസിംഗ് കണ്ടീഷൻ, മാനുഫാക്ചർ, ഇൻഡസ്ട്രീസ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ്. ഇതിനൊക്കെ കുറിച്ച് ഈ നാഷണൽ സാമ്പിൾ സർവേ വഴി ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഹെൽത്ത് സർവീസ് റെക്കോർഡ്സ്. ഹെൽത്ത് സർവീസ് റെക്കോർഡ്സിൽ എന്താ പറയുന്നത്? ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എവിടുന്ന? ഹെൽത്ത് സർവീസ് റെക്കോർഡ് കെപ്റ്റ് ബൈ ദി ഹെൽത്ത് സെക്ടർ. അതായത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ് ഹെൽത്ത് സർവീസ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മെറ്റേണൽ മോർട്ടാലിറ്റി ഇൻ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഡിസീസ് സ്പെസിഫിക് മോർബിഡിറ്റി, ഇൻഫർമേഷൻ അബൌട്ട് ബർത്ത് ചൈൽഡ്, ഹൈറ്റ് ഡ്യൂറിങ് ഇൻഫൻസി ആൻഡ് ചൈൽഡ്ഹുഡ് ആം സർക്കംഫറൻസ് ഓഫ് ചിൽഡ്രൻ. അതൊക്കെ എടുക്കത്തില്ലേ പിള്ളേരുടെ, കൊച്ചു കുട്ടികളുടെ? അത് ഇൻഫർമേഷൻ ഇമ്മ്യൂണൈസേഷൻ ആൻഡ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സർട്ടൺ എൻഡമിക് ഡിസീസ്. ഇതിന് ഇത്രയും കുറിച്ച് ഈ റെക്കോർഡ്സിനകത്ത് നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് യൂസ്ഫുൾ ഡേറ്റ ഫോർ വൈറ്റൽ സ്റ്റാറ്റിക്സ്. ദേ ഹാവ് ദെയർ ലിമിറ്റേഷൻ. അതിനുണ്ട് ലിമിറ്റേഷൻ. അൺലെസ് കെപ്റ്റ് പ്രോപ്പർലി. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഡാറ്റ കെപ്റ്റ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ആണല്ലോ, റാദർ ദാൻ മോണിറ്ററിംഗ് പർപ്പസ്. ദാറ്റ് ടു ഓൺലി അറ്റ് പ്ലേസസ് വെയർ ഹെൽത്ത് സർവീസ് ആർ യൂട്ടിലൈസ്. ഹെൽത്ത് സർവീസ് യൂട്ടിലൈസ് ചെയ്തേക്കുന്ന ആ കാര്യത്തിൽ നിന്നുള്ള അത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ, അല്ലാതെ വേറെ എല്ലാം ഒന്നും അവർ കളക്ട് ചെയ്യത്തില്ലല്ലോ. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയായിരിക്കും അവർ കെപ്റ്റ് ചെയ്യുന്നത്, അല്ല മോണിറ്റർ ചെയ്ത് കറക്റ്റ് ആക്കണമെന്നില്ല. അടുത്ത സ്പെഷ്യൽ സർവേസാണ് പറയുന്നത്. ഹൗസ് സർവേസ് അണ്ടർടേക്കൺ ബൈ മെമ്പേഴ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി, വില്ലേജ് ഏജൻറ് or local officials, അല്ലെങ്കിൽ researchers are very useful in providing information on age specific, disease specific mortality. അതായത് ഏജ് സ്പെസിഫിക് മോർട്ടാലിറ്റിയും ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി
ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ് സ്പെഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ചെയ്യുന്ന ആരാ? കമ്മ്യൂണിറ്റിയും വില്ലേജ് ഏജൻസും ലോക്കൽ ഓഫീസേഴ്സും റിസർച്ചേഴ്സും. ഇവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഇവരാ ഇത് ചെയ്ത് ഈ ഇൻഫർമേഷൻസ് ശരിക്കും അവരാ ഇത് നോക്കുന്നതെന്നാണ് പറയുന്നത്. ദീസ് ആർ മോർ ഫ്രീക്വൻലി യൂസ് ഫോർ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഈ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും? വൈറ്റൽ സ്റ്റാറ്റസിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റൽ റേറ്റ്സിന് യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അടുത്ത ഡിസീസ് രജിസ്റ്റേഴ്സാണ് പറയുന്നത്. ഡിസീസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ? വേരിയസ് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ഡേറ്റ ഓൺ മോർട്ടാലിറ്റി മോർബിഡിറ്റി ഫോർ സ്പെസിഫിക് ഡിസീസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അതായത് ഏത് അസുഖത്തിനാണോ അവർ കൊടുത്ത അതിൻ്റെ മോർട്ടാലിറ്റി മോർബിഡിറ്റി റേറ്റ് അത് ഡിസീസ് രജിസ്റ്ററിനകത്ത് കാണും. അതവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി ചെക്ക് യുവർ പ്രോഗ്രസ് എക്സസൈസ് 1 ആണ് പറയുന്നത്. വൈറ്റൽ റേറ്റ്സ് എന്താ, പോപ്പുലേഷൻ സെൻസസ് എന്താ, സാമ്പിൾ സർവേ എന്താ. ഇപ്പം നമ്മളങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. ഫെർട്ടിലിറ്റി മെഷേഴ്സ് ആൻഡ് ഡിറ്റർമിനൻസ് നോക്കാം. ഫെർട്ടിലിറ്റി മെഷേഴ്സ് ആൻഡ് ഡിറ്റർമിനൻസിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ലോവർ മോർട്ടാലിറ്റി റേറ്റ്സ് ഇൻ എ കമ്മ്യൂണിറ്റി ഓപ്ഷൻ ഇൻഡിക്കേറ്റ് ബെറ്റർ ന്യൂട്രീഷൻ. അതായത് മോർട്ടാലിറ്റി റേറ്റ് കുറവാണെങ്കിൽ എന്താ, ന്യൂട്രീഷൻ സ്റ്റാറ്റസ് നല്ലതായിരിക്കും എന്നാണ് കാണിക്കുന്നത്. ഇനി ഹൗ വുഡ് ഇൻ്റർപ്രറ്റ് ലോവർ ഫെർട്ടിലിറ്റി റേറ്റ്സ് ഇൻ എ കമ്മ്യൂണിറ്റി? ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണെന്ന് എങ്ങനെ മനസ്സിലാവും? ഈസ് ദ ഇൻഡിക്കേറ്റ് എ ഗുഡ് ഓർ ബാഡ് സ്റ്റേറ്റ് ഓഫ് ന്യൂട്രീഷൻ? ഗുഡ് ആണോ ബാഡ് ആണോ ന്യൂട്രീഷൻ അത് സംബന്ധിച്ച്? ഇൻ ഇന്ത്യ വി ഹാവ് ലെസ് ഫുഡ് ആൻഡ് ഹൈ ഫെർട്ടിലിറ്റി റേറ്റ്സ് എന്നാണ് പറയുന്നത്. കുറച്ച് ആഹാരമേ ഉള്ളൂ, പക്ഷേ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലാണ്. ഇൻ അതർ വേർഡ്സ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഉണ്ടല്ലോ ഡസ് നോട്ട് സീം ടു ഇൻഫ്ലുവൻസ് ഫെർട്ടിലിറ്റി റേറ്റ്. അതായത് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ശരിക്കും ഫെർട്ടിലിറ്റി റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് തന്നെ പറയാം. ഇനി ലെറ്റ് us learn about the various fertility rates which are computed from point to public health. നമുക്ക് പഠിക്കാമെന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി റേറ്റിനെ കുറിച്ച്. ക്രൂഡ് ബർത്ത് റേറ്റ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ number of live birth in a year in a given area per estimated mid-year population into 1000. അതായത് നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 ആയിരിക്കും. 1000 എത്ര മരണം, അത് എസ്റ്റിമേറ്റ് ചെയ്യുന്നപ്പോഴാണ് മിഡ് ഇയർ പോപ്പുലേഷൻ ടൈമിലായിരിക്കും. ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു കാലണ്ടർ ഇയറിൽ 365 ദിവസത്തെ ആയിരിക്കും കൂട്ടുന്നത്. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ എ ഇയർ, ഒരു ഇയർ ആണ്, ഒരു ഗിവൺ ഏരിയ ആണ്, എസ്റ്റിമേറ്റഡ് മിഡ് ഇയർ പോപ്പുലേഷൻ ആണ്, ഇൻറ്റു 1000. It is one of the major determinants of population growth in any country. ഇത് മേജർ ഡിറ്റർമിനൻ്റ്, ഒരു നല്ലൊരു സൂചകമാണെന്നാണ് പറയുന്നത്. ഏതാ? ക്രൂഡ് ബർത്ത് റേറ്റ്. ബർത്ത് റേറ്റ്സ് ആർ ഒബ്സർവ്ഡ് ടു ബി ഹയർ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് വെൻ കമ്പയർഡ് ടു ഡെവലപ്ഡ് കൺട്രീസ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിൽ ബർത്ത് റേറ്റ്സ് ഹയർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ബർത്ത് റേറ്റ് ഓഫ് ഇന്ത്യ 29.9 ആണ്, എന്നാൽ 13 ആയിരിക്കും സ്വീഡനിൽ, 14 ഉള്ളൂ UK, 16 US. Birth rates are however declining gradually in developing countries. In India, it has declined from 43 to 29.9. Declining ആയിരിക്കും, ഗ്രാജുവലി ഡിക്ലൈൻ ചെയ്യുന്നത് കേട്ടോ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇനി കോസസ് ഓഫ് ബർത്ത് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈ ബർത്ത് റേറ്റിൻ്റെ കോസാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കാര്യം വെച്ചാൽ ഏർലി പ്യൂബർട്ടി, നേരത്തെ പ്യൂബർട്ടിയിൽ എത്തുന്നത്. അതായത് ഇന്ത്യൻ ഗേൾസ് അറ്റൻഡ് പ്യൂബർട്ടി ദാറ്റ് ഈസ് 12 to 14 ആകുമ്പോഴേ പ്യൂബർട്ടിയിൽ എത്തുന്നുണ്ട് അവർ. പിന്നെ ഏർലി മാരേജസ് നടക്കുന്നു, യൂണിവേഴ്സാലിറ്റി ഓഫ് മാരേജ്, അതായത് എവരി വൺ ഗെറ്റ്സ് മാരീഡ് ഇറസ്പെക്റ്റീവ് ഓഫ് വൺസ് എക്കണോമിക് സെക്യൂരിറ്റി ഓർ മെൻ്റൽ മെച്യൂരിറ്റി എക്കണോമിക് സെക്യൂരിറ്റി ഒന്നും നോക്കാതെ തന്നെ മാരീഡ് ആവുന്നുണ്ട്. പിന്നെ പോവർട്ടി, ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വിത്തിൻ its implication for child survival is associated with high birth rates and vice versa. പിന്നെ low literacy rate, especially low female literacy, high birth റേറ്റിന് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വാല്യൂ ഓഫ് ചിൽഡ്രൻ ആക്ട് ആസ് പ്രൊമോട്ടലിസ്റ്റ് ഫോഴ്സ്, അതായത് ഹൈ ഫെർട്ടിലിറ്റി. പിന്നെ ലോ പ്രിവലൻസ് ഓഫ് ഫാമിലി പ്ലാനിങ് ആൻഡ് അഡോപ്ഷൻ, യൂസ് ഓഫ് ഫാമിലി പ്ലാനിങ് മെത്തേഡ്സ് ടു അഡോപ്റ്റ് സ്മോൾ ഫാമിലി നോബ്സ്, എനി ഇമ്പാക്ട് ഓൺ ദി പോപ്പുലേഷൻ. അതായത് ഫാമിലി പ്ലാനിങ് ഒന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ജനറൽ ഫെർട്ടിലിറ്റി റേറ്റാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മെഷർ ഓഫ് ഫെർട്ടിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള, ഇത് ശരിക്കും ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് ലൈവ് ബർത്ത് പെർ 1000 വുമൺ ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, അതായത് 15 to 49 ഇൻ എ ഗിവൺ ഇയർ.
അതായത് നമ്പർ ഓഫ് ലൈവ് ബേർഡ്സ് ഇൻ ആൻ ഏരിയ ഡ്യൂറിങ് ദ ഇയർ, മിഡ്-ഇയർ ഫീമെയിൽ പോപ്പുലേഷൻ കേട്ടോ, ഇൻ ദ ഏജ് ഓഫ് 15 to 49 ആയിരിക്കും ഇൻ ദ സെയിം ഏരിയ ഡ്യൂറിങ് ദി സെയിം ഇയർ. ഈ 15 തൊട്ട് 49 വയസ്സുള്ള വിമൻസിനെയാണ് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഏജ് ഗ്രൂപ്പിൽ മിഡ് ഇയറിൽ ഫീമെയിൽ പോപ്പുലേഷനിൽ ആ പോപ്പുലേഷനിൽ എത്ര ലൈവ് ബേർഡ്സ് നടന്നു അതനുസരിച്ചാണ് 1000 എത്ര ലൈവ് ബേർഡ്സ് നടന്നു അതനുസരിച്ചാണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് നടക്കുന്നത്. ഇനി GFR എന്ന് പറയുന്നത് ഈസ് കൺസിഡർ ചെയ്യുന്നത് എന്താ, ബെറ്റർ ഇൻഡിക്കേറ്റർ ആണ് ശരിക്കും ഫെർട്ടിലിറ്റിയുടെ ദാൻ ദ ക്രൂഡ് ബർത്ത് റേറ്റ്. CBR-നെക്കാട്ടി നല്ലതാണ് GFR എന്നാണ് പറയുന്നത്. ആസ് ഓൺലി ദ വുമൺ ഇൻ ദ ചൈൽഡ് ബെയറിംഗ് ഏജസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഡിനോമിനേറ്റർ. അതായത് GFR-നകത്ത് വുമൺ മാത്രമല്ലേ വരുന്നുള്ളൂ, മറ്റേതിനകത്ത് എല്ലാ പോപ്പുലേഷനും എടുക്കുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് however you may note that all the women included in the denominator need not bear children. എല്ലാ വുമണും ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താ പിള്ളേർ ഇതാവണമെന്നില്ല, കുട്ടികൾ പ്രസവിച്ച ആ വിമൻസ് ആവണമെന്നില്ല കേട്ടോ. A more precise measure of fertility is available, which is known as age-specific fertility rate, where number of live births are computed per 1000 women in a age-specific group. This gives a better picture of fertility pattern and serves as sensitive indicator of the achievements of family planning program. ഈ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിൽ ഒരു നല്ലൊരു ഇൻഡിക്കേറ്ററാണ് ഏജ്-സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന്. ഇത് ശരിക്കും എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത്, അതായത് സ്പെസിഫിക് ഏജ് ഗ്രൂപ്പുള്ള വുമണിൽ എത്ര ലൈവ് ബേർഡ്സ് നടന്നു എന്ന് നോക്കും 1000 കേട്ടോ. അടുത്ത ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1987 ഇന്ത്യയിൽ 134 ആയിരുന്നു. ഇറ്റ് വാസ് ഹയർ ഇൻ റൂറൽ ഇന്ത്യ. റൂറൽ ഏരിയയിലായിരുന്നു കൂടുതൽ, urban ഏരിയ വെച്ച് നോക്കുമ്പോൾ. ഇറ്റ് മേ ഇൻട്രസ്റ്റ് യു ടു നോ GFR ഈസ് ലോവസ്റ്റ് ഇൻ കേരള ആൻഡ് വെരി ഹൈ ഇൻ രാജസ്ഥാൻ. GFR കേരളത്തിൽ കുറവാണ്, പക്ഷേ രാജസ്ഥാനിൽ കൂടുതലാണ്, ഉത്തർപ്രദേശിലും കൂടുതലാണ്. The figure for age-specific fertility rates indicate that the peak age of fertility in women is between 20 to 24 കേട്ടോ. 20 to 24 ഇയേഴ്സിനുള്ളിലുള്ള വിമൻസിനാണ് ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലെന്നാണ് പറയുന്നത്. The fertility remains at almost equally high in the age group 25 to 29. ഇവർക്ക് ഈക്വലി ആയിരിക്കും 25 to 29 ഉള്ളത്. There are urban-rural differences in the fertility rate and fertility is high in rural. റൂറൽ ഏരിയാസുള്ള പെണ്ണുങ്ങൾക്കാണ് കൂടുതലും ഫെർട്ടിലിറ്റി ഹൈ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്, അതായത് NRR. NRR എന്ന് പറയുന്നത് ആവറേജ് നമ്പർ ഓഫ് ലൈവ് ഫീമെയിൽ ചിൽഡ്രൻ ദാറ്റ് വുഡ് ബി ബോൺ ടു എ വുമൺ വിത്ത് ദ എക്സിസ്റ്റിംഗ് ഫെർട്ടിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി പാറ്റേൺ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 49 ഇയേഴ്സ്. അതായത് 15 to 49 ഇയേഴ്സിനിടയിൽ ഇടയിലുള്ള ഉണ്ടല്ലോ ഫെർട്ടിലിറ്റി ആയിട്ടുള്ള മോർട്ടാലിറ്റി റേറ്റ് അനുസരിച്ച് ഒരു സ്ത്രീക്ക് ജനിക്കുന്ന ലൈവ്, അതായത് ജീവനുള്ള പെൺകുട്ടികളുടെ ശരാശരി എണ്ണമാണ് എന്താ NRR എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ പറയാം, 15 to 49 ഇയേഴ്സിന്, അതായത് വയസ്സിനിടയിൽ നിലവിലുള്ള ഫെർട്ടിലിറ്റി ആയിട്ടുള്ളതും എന്നാൽ മരണനിരക്കും അനുസരിച്ച് ഒരു സ്ത്രീക്ക് ജനിക്കുന്ന ജീവനുള്ള പെൺകുട്ടികളുടെ ശരാശരി എണ്ണം. NRR indicates the number of live female children that are going to replace a mother within the reproductive period. അതായത് റീപ്രൊഡക്റ്റീവ് ആ ടൈം ഉണ്ടല്ലോ, ആ കാലയളവിൽ അമ്മയ്ക്ക് പകരമായി വരുന്ന ജീവനുള്ള പെൺകുട്ടികളുടെ എണ്ണമാണ് NRR സൂചിപ്പിക്കുന്നത്. ഇനി ഇന്ത്യയിൽ എത്ര പറയുന്നത് 1.61 ആൻഡ് ഈസ് ഫൗണ്ട് ടു ബി ഡിക്ലൈൻ. ഇത് ശരിക്കും ഡിക്ലൈൻ ചെയ്ത്, അതായത് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്സ്, അതായത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഗിവ്സ് ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ എ വുമൺ ക്യാൻ ബെയർ ഇഫ് ഷീ പാസസ് ത്രൂ ഹർ എൻറ്റയർ റീപ്രൊഡക്റ്റീവ് ലൈഫ്. അതായത് മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് അനുസരിച്ച് ഒരു സ്ത്രീക്ക് അവളുടെ മുഴുവൻ റീപ്രൊഡക്ഷൻ ഇതുണ്ടല്ലോ റീപ്രൊഡക്റ്റീവ് ടൈമിലൂടെ കടന്നു പോകുമ്പോൾ വഹിക്കാൻ കഴിയുന്ന ശരാശരി കുട്ടികളുടെ എണ്ണമാണ് പറയുന്നത്, അതായത് ആവറേജ്. ഇനി
TFR is computed by summing up the age-specific fertility rates per woman. ഈ TFR കണക്കാക്കുന്നത് എങ്ങനെ? ഒരു സ്ത്രീക്ക്, അതായത് ഓരോ സ്ത്രീക്കും പ്രായത്തിനനുസരിച്ചുള്ള ഫെർട്ടിലിറ്റി നിരക്കുകളെ സം ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇനി this fertility indicator is independent of the age and sex composition of the population. അതായത് ഈ ഫെർട്ടിലിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ ഏജോ ഇല്ലെങ്കിൽ സെക്സോ ഇതൊന്നും നോക്കത്തില്ല. ഒരു കംപ്ലീറ്റഡ് ഫാമിലി സൈസിന് ശരിക്കും ഇത് അപ്രോക്സിമേറ്റ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി TFR ഇന്ത്യയിൽ എത്ര? 1987 സെൻസസ് വെച്ച് 4.2ഉം എന്നാൽ റൂറൽ ഏരിയയിൽ 4.4ഉം urbanൽ 3.2 ആയിരുന്നു. രാജസ്ഥാനിൽ ഹൈയ 4.8, ഉത്തർപ്രദേശിൽ 5.5. കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ 2.2 ഉള്ളൂ. എന്നാൽ അറ്റ് എ നാഷണൽ ലെവൽ ഡിക്ലൈൻ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിച്ചത്. ഓക്കെ, സോ അതിൻ്റെ ഡിറ്റർമിനൻസും വൈറ്റൽ സ്റ്റാറ്റിക്സും വെച്ച് ഇവിടെ ഈ വീഡിയോ നിർത്തുക. അടുത്ത ക്ലാസ്സിൽ എപ്പിഡെമോളജിക്കൽ മെത്തേഡ്സും മോർബിഡിറ്റി മോർട്ടാലിറ്റിയും ആൻഡ് ദയർ ഡിറ്റർമിനൻസും നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവർക്കും കൂടി ഇത് ഉപകാരപ്പെടുത്താനായിട്ട് നോക്കുക കേട്ടോ.